ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് എൻ്റെ കയ്യിലുള്ള ഐക്കിയ പ്രൊഡക്ട്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു തവണയായിട്ട് വാങ്ങിച്ച പ്രൊഡക്ട്സ് അല്ല കേട്ടോ, കുറേ തവണകളായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ പുതിയ വീഡിയോസിനൊക്കെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൂടെ കൊടുക്കുക. അപ്പോൾ ഐക്കിയയുടെ മിക്ക പ്രൊഡക്ട്സും ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള പ്രൊഡക്ട്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ആദ്യത്തെ പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ സെറ്റാണ് കേട്ടോ. 3 ഹാങ്ങിങ് പ്ലാന്റ്സ് വരുന്ന ഒരു സെറ്റാണ്. മൂന്ന് ടൈപ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വാൾ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആണിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലോ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും. നനഞ്ഞ തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നാനോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഈ നാനോ ടേപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് എനിക്കിതിൽ ഒട്ടിച്ച് തന്നിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഈ 3 പ്ലാന്റിൽ ഒരെണ്ണം ഞാൻ ഹാളിലാണ് വെക്കുന്നത്, ബാക്കി 2 ഡൈനിങ് ഹാളിലാണ് വെക്കുന്നത്. ഇനി ബാക്കി 2 ഞാൻ ഈ ഒരു വാളിലാണ് കേട്ടോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഷെൽഫ് ഇൻസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്, വേറെ വേറെ സൈസിലുള്ളത്. ഇതിൽ ചെറുതിൻ്റെ പ്രൈസ് 250, വലുതിൻ്റെ പ്രൈസ് 450 ആണ് കേട്ടോ. അപ്പോൾ അസംബിൾ ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് 2 ടയറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു ഓർഗനൈസറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടും ഇത് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ ക്രോക്കറി ഷെൽഫിനകത്ത് ക്രോക്കറീസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് എടുക്കുന്ന പ്ലേറ്റ്സും മഗ്സും ഒക്കെ നമുക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു മൊബൈൽ സ്റ്റാൻഡാണ് കേട്ടോ. ചെയറിൻ്റെ ഒരു ഷേപ്പിലാണിത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 149 റുപ്പീസാണ്. ഇത് മെറ്റീരിയൽ സ്റ്റീലാണ് കേട്ടോ. പിന്നെ നമുക്കിത് 3 ഡിഫറെൻറ്റ് ആംഗിളിൽ നമുക്ക് ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്തും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് വീഡിയോസൊക്കെ എടുക്കാനായിട്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 3 ആംഗിൾസിൽ വെക്കാൻ പറ്റും കേട്ടോ. നോമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. നല്ല കൺവീനിയൻ്റ് ആണ്, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ആംഗിൾസൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗ്ലാസ് സെറ്റാണ്. എനിക്ക് അടിപൊളി പ്രൈസിലാണ് കേട്ടോ കിട്ടിയത്. 129 റുപ്പീസിനാണ് ഈ 6 ഗ്ലാസ് കിട്ടിയത്. അടിപൊളി ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു സിങ്ക് ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഹോൾസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വെള്ളം ഇതിൽ നിൽക്കില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 349 റുപ്പീസാണ്. ഇത് സക്ഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കാണിക്കുന്നത് ഈ മഗ്ഗാണ് കേട്ടോ. ഇത് സിംഗിൾ പീസായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ 2 വാങ്ങിച്ചതാണ്. ഒരെണ്ണത്തിന് 69 റുപ്പീസാണ്. ഇതിൻ്റെ ഹാൻഡിലാണ് കേട്ടോ കുറച്ച് പ്രത്യേകത ഉള്ളത്. സാധാരണ മഗ്ഗിനുള്ളത് പോലത്തെ ഹാൻഡിലല്ല ഇതിനുള്ളത്. എന്നാലും ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്ത
അടുത്ത് കാണിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് സിംഗിൾ പീസായിട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരെണ്ണത്തിന് 99 റുപ്പീസാണ്. എനിക്കിതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് എല്ലാം. ഈ ഒരു പ്ലാന്റ് ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ഒറിജിനലാണെന്ന് തോന്നും. ഇതിൻ്റെയും പ്രൈസ് 99 റുപ്പീസാണ്. ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, ഭയങ്കര കുറവ് പ്രൈസിൽ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു അലാം ക്ലോക്കാണ്. ഇത് ഞാൻ എപ്പോഴും കിച്ചണിൽ വെക്കുന്ന ഒരു ക്ലോക്കാണ്. ചെറുതാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്ലോക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 129 റുപ്പീസാണ്. ഇതിലിതുപോലെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിരുന്നില്ല, നമ്മൾ വേറെ വാങ്ങിച്ചതാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കിച്ചണിൽ എപ്പോഴും തിരക്കിട്ട് പണി ചെയ്യുന്ന സമയത്ത് ടൈം നോക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ വേറെ ക്ലോക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു സ്പാച്ചുല സെറ്റാണ്. ഇത് സിലിക്കോൺ എന്നല്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് 3 എണ്ണം വരുന്നൊരു സെറ്റാണ്. 129 റുപ്പീസാണ് ഈ ഒരു സെറ്റിന്. ഒരെണ്ണം ഇതുപോലെ കറിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതും, പിന്നെ ഒരെണ്ണം ദോശയൊക്കെ മറിച്ചിടാൻ പറ്റുന്നതും, പിന്നെ ഒരെണ്ണം നമുക്ക് ചപ്പാത്തിയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുമാണ്. ഇതുപോലെ കുറഞ്ഞ റേറ്റിൽ ഒരുപാട് ഐറ്റംസ് ഐക്യയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ബൗളാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ സൂപ്പ് ബൗളും അതുപോലെ തന്നെ പ്ലേറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാം 69 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിന്നർ സെറ്റൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ 6 എണ്ണം വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചാലും ഭയങ്കര റേറ്റ് കുറവായിരിക്കും. ഇപ്പോൾ 1200 ആ റേഞ്ചിനുള്ളിൽ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ഡീപ്പ് പ്ലേറ്റിനും 69 റുപ്പീസാണ് കേട്ടോ. ഇത് മൈക്രോവേവ് സേഫാണ്, ഡിഷ് വാഷർ സേഫാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സാണ്. ഈ ഒരു പ്ലേറ്റും അതേ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതും 69 റുപ്പീസാണ്. അങ്ങനെ 3 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. അടുത്തത് കാണിക്കുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഇതിന് 79 റുപ്പീസാണ്. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്യാൻഡിൽസ് അവൈലബിൾ ആണ് കേട്ടോ, വേറെ വേറെ സ്മെല്ലുള്ളത്. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ബിന്നാണ്. അപ്പോൾ ഇത് ഞാൻ സിങ്കിൻ്റെ അടുത്ത് നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഇടാനായിട്ട് വാങ്ങിച്ചതാണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ പഴയത് ഇതുവരെ കേട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വാങ്ങിച്ച് വെച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 149 റുപ്പീസാണ്. ഇതിൻ്റെ വേറെ വേറെ സൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഗ്ലാസിൻ്റെ സെറ്റാണ്. 6 എണ്ണം വരുന്നൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ, പാൽ കൊടുക്കാൻ, ജ്യൂസൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 6 എണ്ണമാണ് വരുന്നത്. അതിൻ്റെ തന്നെ കളേഴ്സിലുള്ള ബൗൾസും അവൈലബിൾ ആണ്. ഇതിന് രണ്ടിനും 99 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് എപ്പോഴും സ്നാക്സൊക്കെ കൊടുക്കുന്നതാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. 3 എണ്ണം വരുന്ന സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 499 റുപ്പീസാണ് 3 എണ്ണത്തിന്. ഇത് മൈക്രോവേവ് സേഫാണ്, ഡിഷ് വാഷർ സേഫാണ്. ഇതിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ബാക്കി വരുന്ന കറികളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ലിഡ് ഇതുപോലെ 4 ക്ലിപ്പ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിരിക്കും. ഇങ്ങനെ 3 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇപ്പോൾ കാണിച്ച അതിൻ്റെ തന്നെ വലിയ സൈസാണ്. ഇത് നമുക്ക് ചോറൊക്കെ ബാക്കിയായാൽ അല്ലെങ്കിൽ സ്നാക്സ് അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. സെയിം ഷേപ്പാണ്, അതുപോലെ തന്നെ ലിഡും സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് വന്നത് 399 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ ലിഡ് നമുക്ക് വേറെ വേറെ ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ബാംബു ലിഡൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഈ അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഭരണിയാണ്. ഇതിനകത്ത് ഇങ്ങനെ വാഷറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നത് 499 റുപ്പീസാണ് കേട്ടോ. ഇത് 3.3 ലിറ്റേഴ്സാണ് കപ്പാസിറ്റി വരുന്നത്. ഞാനതിൽ ബിരിയാണി അരിയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പച്ചരി, ഉഴുന്ന് അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് പൗഡർ എല്ലാം ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു സ്പൈസ് ജാറിൻ്റെ സെറ്റാണ്. ഇത് 4 വരുന്ന സെറ്റായിട്ട് തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 299 റുപ്പീസാണ് 4 ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഞാനിതിൽ പെരുംജീരകം, ചെറിയ ജീരകം, ഉലുവ, മല്ലി ഇതെല്ലാം ഇതിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ ചെറിയ സ്പൈസ് ജാറാണ്. അപ്പോൾ ഇത് സിംഗിൾ പീസായിട്ടായിരുന്നു കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിന് 49 റുപ്പീസായിരുന്നു. അങ്ങനെ ഞാൻ 2 എണ്ണമാണ് വാങ്ങിച്ചത്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റാണ്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, പിന്നെ ഒരു പെയിൽ ഗ്രീന്. ഇതിൻ്റെ പ്രൈസ് 199 റുപ്പീസാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു പോട്ട് സ്റ്റാൻഡാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എൻ്റെ 2 ബർണർ സ്റ്റൗവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടോടുള്ള സാധനങ്ങൾ നേരെ കൗണ്ടർ ടോപ്പിൽ വെക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോഴൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 179 റുപ്പീസാണ്. ഇതിൻ്റെ തന്നെ വലുതും അവൈലബിൾ ആണ് കേട്ടോ. ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കൊലാൻഡറാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സിങ്കിൽ വെച്ച് വാഷ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അതിന് മാത്രമല്ല നമുക്ക് മഗ്സൊക്കെ കഴുകിയിട്ട് ഇതിൽ വെള്ളം പോകാനായിട്ടും വയ്ക്കാം. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു 3 കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന 3 കണ്ടെയ്നേഴ്സാണ്. ചില്ലി, കറി ലീവ്സ് ഇതെല്ലാം ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് ഇട്ട് വയ്ക്കാറ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 149 റുപ്പീസാണ് കേട്ടോ ഈ 3 എണ്ണത്തിന്. ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മോൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഈ സ്പഞ്ചാണ് കേട്ടോ. ഇത് 3 വരുന്നൊരു സെറ്റായിരുന്നു. ഞാൻ 2 യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ പ്രൈസ് 99 റുപ്പീസാണ് 3 അടുത്തത് ഈ ഒരു ടീ ടവലിൻ്റെ സെറ്റാണ് കാണിക്കുന്നത്. ഇത് 4 വരുന്നൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാറ് എപ്പോഴും. അപ്പോൾ ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ കഴുകാനായിട്ടിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് 169 റുപ്പീസാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഐക്കയിൽ പോയിട്ടുള്ളവർ എന്തായാലും ഇത് വാങ്ങിക്കാതെ തിരിച്ചു വരില്ല. ഇതൊരു സോപ്പ് ഡിസ്പെൻസറാണ്. 69 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഗ്ലാസ് ബോട്ടിലാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ്. ഇതുപോലെ ഒരുപാട് ഓർഗനൈസേഴ്സ് ഐക്കയിൽ അവൈലബിൾ ആണ്. ഭയങ്കര കുറഞ്ഞ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് 69 റുപ്പീസാണ്.
ഞാനിതിൽ കുറേ കിച്ചൺ ടൂൾസൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഇതുപോലൊരു കണ്ടെയ്നർ സെറ്റാണ്. ഇത് 5 എണ്ണം വരുന്നൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ സാധാരണ ഇതുപോലെ കണ്ടെയ്നർ സെറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 499 റുപ്പീസാണ് അതിന്. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു മിൽക്ക് ഫ്രോതറാണ്. ഇതിൻ്റെ പ്രൈസ് 99 റുപ്പീസാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അടുത്ത് കാണിക്കുന്നത് ഈ ക്ലിപ്പിൻ്റെ സെറ്റാണ്. ഇത് 6 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. 49 റുപ്പീസാണ് കേട്ടോ ഈ 6 എണ്ണത്തിന്. ഇതിൻ്റെ ചെറിയ സൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ പൊട്ടിച്ച പാക്കറ്റ്സൊക്കെ നമുക്കിതുപോലെ ക്ലിപ്പ് ചെയ്ത് സീൽ ചെയ്ത് വെക്കാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഈ അവൻ ഗ്ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 129 റുപ്പീസാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. വേറെയും ഒരുപാട് കളേഴ്സിലും പാറ്റേൺസിലും ഒക്കെ അവൈലബിൾ ആണ് ഐക്യയിൽ. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്. ഇത് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് ഒരു പ്രൊവിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ വെസൽ ക്ലീനറാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. പക്ഷേ വെസൽ ക്ലീൻ ചെയ്യാനല്ല, എനിക്കിത് സിങ്ക് ക്ലീൻ ചെയ്യാനും പിന്നെ വാൾ ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ സോപ്പ് ഒഴിച്ച് താഴെ ഒരു ഹോളുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോളിലൂടെ സോപ്പ് വാട്ടർ പുറത്തു വരും. ഇതിൻ്റെ പ്രൈസ് 149 റുപ്പീസാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഫണലാണ്. ഇത് ഞാൻ 69 റുപ്പീസിനാണ് കേട്ടോ വാങ്ങിച്ചത്. നമുക്കിത് ഹാങ് ചെയ്യാൻ ഇതുപോലൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐക്യയുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ പാറ്റേണും അവരുടെ യുണീക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ 69 റുപ്പീസിനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു ഡീപ്പ് പ്ലേറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മോളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. ഇതും ഐക്യയുടെ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതും 69 റുപ്പീസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കിച്ചണിൽ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് വാഷ് ബേസിൻ്റെ സൈഡിൽ വയ്ക്കാനായിട്ടാണ് ഒരെണ്ണം വാങ്ങിച്ചത്. പിന്നെ ഉള്ളത് ഈ ഒരു പ്ലേറ്റ് സെറ്റാണ് കേട്ടോ. ഞാനിത് കുറച്ചുകൂടി വലുതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം ഇതിന് 500 റുപ്പീസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു പാത്രം കൊണ്ട് നമുക്ക് വലിയ യൂസ് ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. പിന്നെ എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് പിക്കിൾസൊക്കെ സെർവ് ചെയ്യാനൊക്കെ ആയിട്ടേ ഇത് യൂസ്ഫുൾ ആവുള്ളൂ. പിക്കിൾസ്, ചട്നി. അപ്പോൾ അത്രയും സൈസ് ചെറുതാണ് കേട്ടോ ഇത്. ഞാൻ മെയിനായിട്ട് ഇപ്രാവശ്യം വാങ്ങിച്ചത് ഈ ഒരു പ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 4 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള പ്ലേറ്റാണ് കേട്ടോ. പിന്നെ ഇതിന് മേലെ ഇങ്ങനെ വേവ്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റിന് എനിക്കായത് 800 റുപ്പീസാണ്, 799. ഇതൊരു ഓഫ് വൈറ്റിൻ്റെ കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡായിട്ടാണ് കേട്ടോ ഉള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്ലേറ്റിൻ്റെ സെറ്റ്. 16 സെൻറ്റിമീറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 189 റുപ്പീസാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബൗളാണ് കേട്ടോ, ഈ ഒരു ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 186 ആണ്. ഇത് രണ്ടും പ്യുവർ വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് പ്ലേറ്റ്സും അതുപോലെ തന്നെ ബൗൾസിൻ്റെ ഒക്കെ സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഡീപ്പ് പ്ലേറ്റാണ്, 4 എണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് നമുക്ക് പാസ്ത, നൂഡിൽസൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇത് പൊട്ടുന്ന ടൈപ്പാണ്, മൈക്രോവേവ് സേഫാണ്, ഫ്രീസർ സേഫാണ് കേട്ടോ. പിന്നെ ഇത് 22 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്.
അപ്പോൾ ഇതേ പാറ്റേണിലും ഇതേ കളറിലുള്ള വേറെ പ്ലേറ്റ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരേ കളറും ഒരേ പാറ്റേൺ ആകുമ്പോൾ ഒരു സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് സൈഡ് പ്ലേറ്റ് ആണ് കേട്ടോ. ഇതേ പാറ്റേണിൽ വന്നിട്ടുള്ള സൈഡ് പ്ലേറ്റ് ആണ്. 4 എണ്ണം വരുന്നൊരു സെറ്റാണ്. ഇത് 20 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്നുണ്ട് കേട്ടോ. സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നേരിട്ട് ഇതിനേക്കാളും ഭംഗിയുണ്ട്. ചെറിയൊരു പിങ്കും പിന്നെ ഒരു ഓഫ് വൈറ്റും കൂടി മിക്സ് ചെയ്തൊരു കളറില്ലേ, അങ്ങനെ ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ 4 പീസ് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതേ കളറിലും ഇതേ പാറ്റേണിലും വന്നിട്ടുള്ള ബൗൾസിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിന് 16 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ വരുന്നത്. ഇത് 4 എണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 499 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 299 ആണ്. നമുക്കിതിൽ സാലഡും കറീസും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ഡീപ്പായിട്ടുള്ള ബൗൾസാണ്. ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് കണ്ടെയ്നേഴ്സാണ്, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഏകദേശം ഒരു ഡിന്നർ സെറ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്ലേറ്റ് മാത്രമാണ് ഇപ്പോൾ മിസ്സിങ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് ഞാൻ കുറച്ച് ജാറുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള 4 ജാറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 1 ലിറ്റർ കപ്പാസിറ്റിയിൽ വരുന്നതാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 249 ആണ് കേട്ടോ. പിന്നെ ഇത് 500 ml കപ്പാസിറ്റിയിൽ വരുന്ന ജാറാണ്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 199 ആണ്. അപ്പോൾ ഈ 4 ജാറുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ജാറുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ളത് ഞാൻ മീഷോ എന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വലുത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് തോന്നുന്നു എനിക്ക് ഇതിനേക്കാളും പ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വാങ്ങിച്ചപ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മീഷോന്ന് മുൻപേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വേർത്താണ് കേട്ടോ. കാരണം നല്ല എയർ ടൈറ്റ് ആണ്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് കാണാൻ തന്നെ ഒരു മൊഞ്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും അടിപൊളി ഹോൾ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.